വാര്യർ സന്ദീപ് വാര്യർ ഇവിടെ ഇനി ഈ പറഞ്ഞ പ്രമോദ് കോട്ടൂളിക്ക് ഒരുപാട് രഹസ്യങ്ങളുടെ കൂമ്പാരമുണ്ട്, അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ റിയാസുമായി അയാൾക്ക് ബന്ധമുണ്ട്, അയാളെ പുറത്തേക്ക് വിട്ടാൽ അയാൾക്ക് പുറത്തു പറയാൻ കഴിയുന്ന രഹസ്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ, ആവനാഴിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്താക്കാൻ ധൈര്യപ്പെടുമോ CPM? ഇത് CPM പുറത്താക്കുകയാണ്. ഇപ്പം അതിനുശേഷം CPM ഉണ്ടെന്നില്ല, ശരി, പക്ഷെ CPM പുറത്താക്കുകയാണ്. അതൊരു ധൈര്യമല്ലേ സന്ദീപ് വാര്യർ? കോട്ടൂളി എന്ത് പറഞ്ഞോട്ടെ എന്ന് ധൈര്യമല്ലേ? ഞാൻ അതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ ശ്രീ ഹസ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നില്ല, BJP-ക്കാരുടെ പേര് പറയുന്നില്ല. ഇനി നിങ്ങളുടെ വാദപ്രകാരം അതിലേതെങ്കിലും BJP-ക്കാരൻ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ കോർ ഇഷ്യൂ എന്താണ്? കോർ ഇഷ്യൂ CPM എന്ന് പറയുന്ന പരിപാവനമായ പാർട്ടിയിൽ ഒരു തുക്കട നേതാവ് 22 ലക്ഷം രൂപ വാങ്ങിയതിന് അയാളെ പിടിച്ച് പുറത്താക്കി CPM-ന്റെ പ്രതിച്ഛായ സംരക്ഷിച്ചു എന്നുള്ള അങ്ങനെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ CPM-ന്റെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റു, അതൊന്നുമല്ല പ്രശ്നം. അതിലുപരിയായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ. അതിലേക്ക് ചർച്ച വരുന്നതേ ഇല്ല. അപ്പോൾ PSC അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ച് അത് ഒരു മന്ത്രിയുടെ സുഹൃത്ത്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ, ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയുടെ സുഹൃത്ത് ആണ് ഇപ്പൊ പുറത്തായ ആൾ. അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ മുഖം സംരക്ഷിക്കുക PSCക്ക് മേൽ ഉയർന്നിട്ടുള്ള ആക്ഷേപമാണ്. ഇത് അന്വേഷിക്കപ്പെട്ടാൽ, ഇതിന്റെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് ബാക്കിയുള്ള ആളുകൾ, ഇതിൽ ഒരു പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് ഒരു തുക്കട നേതാവാണ്. ആ തുക്കട നേതാവിലപ്പുറം ഇതിൽ പല വലിയ മീനുകളുമുണ്ട്. ആ മീനുകളിലേക്ക് അന്വേഷണം പോകരുത്. കോട്ടൂളിയൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്താൻ ഈ CPM-ന് അറിയാം. ഈ കോട്ടൂളിക്കെതിരെ നേരത്തെയും CPM സംഘടനാ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കോട്ടൂളിക്കെതിരെ നേരത്തെയും നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ കരീമിക്ക അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ കോഴിക്കോട് അന്വേഷിക്കുക, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ അത് CPM-ന്റെ ആളുകൾ, കോഴിക്കോട്ടിലെ ആളുകൾക്ക് അതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. അപ്പോ CPM-നകത്ത് ഇപ്പോൾ കോട്ടൂളിക്കെതിരെ എടുത്തിട്ടുള്ള ഈ നടപടി എന്ന് പറയുന്നത്, കോട്ടൂളി ചെയ്തത് പാർട്ടിയോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കല്ലേ പാർട്ടിയോട് ചെയ്തത്? പലതും പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല എന്ന് പറയുകയല്ലേ ചെയ്തത്? യുദ്ധം പ്രഖ്യാപിക്കലാണല്ലോ. അല്ല ഹാഷ്മി, അതല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് വാസ്തവത്തിൽ യഥാർത്ഥ നാടാ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ന് പ്രമോദ് കോട്ടൂളി പോയി സമരം ചെയ്തത് പരാതിക്കാരന്റെ വീണ്ടുമില്ല, അത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വാക്ക് പോലും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഭീഷണിയാണ്. ഒരു സംശയവും വേണ്ട, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് റിയാസിലേക്ക് അന്വേഷണം എത്തരുത്, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം എത്തരുത്, പരാതിയായി പോകരുത്. അതിനു മുമ്പ് കാർപ്പറ്റിന് അകത്തേക്കിട്ട് പൊതുസമൂഹത്തെയും വളരെ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളെയും സമാധാനിപ്പിക്കാനുള്ളത്. ആ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിയിരിക്കുകയാണ്. കാരണം PSC അംഗത്വമാണ് ലേലത്തിന് വെച്ചിട്ടുള്ളത്. ആ വിഷയത്തിലേക്ക് ചർച്ച പോകുന്നില്ല. CPM എന്തോ പവിത്രമായിട്ടുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് അതിലേക്ക് എന്തോ തെറ്റുപറ്റി, അങ്ങനെയാണോ? CPM ഇതിലും വലിയ കച്ചവടം ചെയ്യുന്ന പാർട്ടിയല്ലേ? ദേശാഭിമാനിയുടെ ആപ്പീസ് തന്നെ വിട്ടിട്ടുള്ള പാർട്ടിയല്ലേ? അതല്ലെങ്കിൽ കളങ്കിതരായിട്ടുള്ള എത്രയോ വ്യക്തികളുമായി അടുത്ത ബന്ധമുള്ളവരല്ലേ CPM-കാർ? ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധം എന്താ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? CPM നേതാക്കന്മാർക്കും കേരളത്തിലെ CPM നേതാക്കളുടെ ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ടിൽ കൂടി വന്ന ശതകോടികളുടെ ഒരു കുണിശം പോലും ഇല്ല. ഇതെല്ലാം കൂടി താങ്കൾ പറഞ്ഞ എല്ലാം കൂടി ചേർത്ത് വെച്ചാലും സന്ദീപ്, അതുകൊണ്ട് കച്ചവടത്തിന്റെ കാര്യം ആരും അങ്ങനെ പറയണ്ട. കച്ചവടത്തിന്റെ കാര്യവും ധനസമ്പാദനത്തിന്റെ കാര്യവും സന്ദീപ്. ഹാഷ്മി ചർച്ച നയിക്കുന്ന സമയത്ത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ഇലക്ട്രൽ ബോണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ തന്നെ ചർച്ചയിൽ ഞാൻ വന്നിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി അടുത്ത 10 മിനിറ്റ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന് വഴിതെറ്റിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ EMS സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള അരി കുംഭകോണം മുതൽക്ക് ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ വേണോ? എന്ത് മര്യാദയാണിത്? ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയ്ക്കിടയിൽ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവതാരകൻ തന്നെ ശ്രമിക്കുന്നത്. ഇത് മറ്റൊരു പാർട്ടിയിലേക്ക് നോക്കി അവിശുദ്ധ പണത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ഖജാനയിലേക്ക് കൂടി നോക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ചർച്ച വഴിതിച്ചു വിടാനോ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ചർച്ച കൊണ്ടുപോകാനോ പറഞ്ഞല്ല. അല്ല, ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് അക്കാലത്തെ നിയമവിധേയമായി പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള സംഭാവനയാണ്. അങ്ങനെ നിയമവിധേയമായി സംഭാവന സ്വീകരിച്ചതിൽ കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, DMK ഉണ്ട്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം
DMK സ്വീകരിച്ച പണത്തിൽ നിന്ന് CPM-നും പങ്ക് കിട്ടിയിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് CPM തെരഞ്ഞെടുപ്പിന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് BJP-ക്ക് മാത്രം കിട്ടിയ എന്തോ ആണെന്ന് നിങ്ങൾ കരുതണ്ട. ആകെ മൊത്തം ഇലക്ട്രൽ ബോണ്ടിന്റെ ഇന്ത്യ മുന്നണിക്ക് BJP-ക്ക് കിട്ടിയിട്ടുള്ളത്. ശരി, നമ്മുടെ വിഷയം അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാതെ ചർച്ചയെ കൊണ്ട് വളരെ മോശമാണ് അഷ്മിത്. ശരി ജിൻഡോ.